guys, welcome back to our channel. നിങ്ങളുടെ സ്വന്തം ഷാഫിയാണ് വന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് എന്തറിയോ? നമ്മൾ ആദ്യം കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിൽ പോയാലാണ് ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് നമ്മളെ കപ്പയും മീൻ കറിയാണ്. അതിൽ കാരമീൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ റെസിപ്പിയും കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടോ. ഇപ്പോൾ ഇതാ 1 കിലോ കാരമീനാണ്. അപ്പോൾ അത് കഴുകി ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്യണം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള മാഗ്നേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ് കൊല്ലമുളകും, ഉള്ളി, വെളുത്തുള്ളി, കുരുമുളക്, പെരുംജീരകം ഒക്കെ ഇട്ടിട്ട് നന്നായി പേസ്റ്റാക്കി അരക്കാം. അപ്പോൾ ഓക്കെ. അപ്പോൾ അത് ആ പേസ്റ്റ് ചെയ്ത് വെച്ചതിലേക്ക് നമ്മൾ 2 സ്പൂണ് കോൺഫ്ലോറിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് മീനിട്ട് മാഗ്നേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ വെച്ചതിന് ശേഷം നമുക്കത് ഫ്രൈ ചെയ്തിട്ട് കാണാം. ഇപ്പോൾ ഇതാ ക്ലേ പോട്ടിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. നല്ല വെളിച്ചെണ്ണ വേണം. അത് ഒഴിച്ച് ഉലുവയും മറ്റേ കൊല്ലമുളകും വേപ്പിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കണം. പിന്നെ ഇതാ ചെറുള്ളി തന്നെ വേണം കേട്ടോ നമ്മൾ വഴറ്റാൻ. പിന്നെ ഇതാ ഉള്ളി വഴറ്റി വരുമ്പോൾ കുറച്ച് ഇഞ്ചി പച്ചമുളകും ഒന്ന് ചതച്ചതൊന്ന് ഇട്ടിട്ടൊന്ന് മണം മാറണം. പിന്നെ അതിൻ്റെ ശേഷം തക്കാളി, പച്ചമുളകൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കണം. പിന്നെ അതിന് ശേഷം 2.5 സ്പൂണോളം മുളക് പൊടി ഇടണം. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി ചേർക്കണം. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും. പിന്നെ കുറച്ച് കുടംപുളി വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിക്കണം. പിന്നെ ഒരു 1/2 കപ്പോളം വെള്ളം ഒഴിക്കണം കേട്ടോ. നല്ല കുറച്ച് ഗ്രേവി ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രേവിക്കനുസരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ച മീനയിലിട്ട് ഒന്ന് വറ്റിയെടുക്കണം. ഇതാത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് ഇതാ നമ്മളുടെ കപ്പ വേവിക്കാൻ വേണ്ടി റെഡിയാക്കുന്നുണ്ട്. ഇപ്പോൾ ഇതല്ലാതെ മീൻ കറിയും കപ്പയും മീൻ ഫ്രൈയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊരു ഇലയിൽ പൊതിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ അത് കാണിക്കാം. ഹലോ ഗൈസ്, നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. പിന്നെ ചായ. അപ്പൊ നമുക്ക് ഇത് കഴിക്കാം. അത് മാറ്റി ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. ആദ്യം ഞാൻ പൊളിക്കാം. നമുക്ക് ഇങ്ങനെ മറച്ചാൽ മതി. അപ്പൊ എന്നിട്ട് നമുക്ക് ഇങ്ങനെ തോന്നിക്കാം. ഒരു കൊതി കൊണ്ടിട്ടാ
അതുകൊണ്ട് തുറക്കാം. യെസ്, നമ്മുടെ കൊള്ളിപ്പം മീൻ കറിയും റെഡി. ടേസ്റ്റ് ചെയ്ത് നോക്കണം. നമുക്കിനി ഉമ്മാനോട് ആദ്യം ടേസ്റ്റ് ചെയ്യാം. മീനും മിക്സ് അപ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവാം. നീ വസി കഴിച്ചു. ഇനി ഐഷ ടേസ്റ്റ് ഇങ്ങനെ ഐഷ കഴിക്കും. മീന കപ്പേ എങ്ങനെയുണ്ട് ഐഷ? എങ്ങനെയുണ്ട്? ഇനി നമുക്ക് ഇനി ഞാൻ ആ ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ